കമ്പ്യൂട്ടർ വരുന്നതിന് മുന്നേ AI എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയുണ്ട് ആ ഒരു പോയിന്റ്? നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. മനുഷ്യന്മാർ ഇൻട്രാക്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ എല്ലാ ടെക്സ്റ്റും എല്ലാ ബുക്സും എല്ലാ കണ്ടൻസും പഠിച്ചിട്ടുള്ളതാണ്. ഒരാളെ കൊല്ലാനുള്ള ഇൻഫർമേഷനും അറിയാം, ഒരാളെ നല്ല രീതിയിൽ നോക്കാനുള്ള ഇൻഫർമേഷനും അറിയാം. നമ്മൾ എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയും. ഒരു ടെക്സ്റ്റ് മോഡൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് മോഡൽ എടുത്തു, ഇപ്പോൾ ക്ലൗഡ് ആയിക്കോട്ടെ, ക്ലൗഡൊക്കെയാണ് ബെറ്റർ ആയിട്ട് കോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജെമിനി ആയിക്കോട്ടെ, അതുപോലെ GPT-യുടെ 4o ആയിക്കോട്ടെ, ഇങ്ങനത്തെ മോഡൽസ് ഒക്കെയാണ് കോഡ് ചെയ്യുന്ന മോഡൽസ്. ഇത്രത്തോളം ആൾക്കാരുടെ ജോലി പോകും എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ AI യൂസ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻസ്. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് 4 ചോദ്യം തിരിച്ചല്ല ചോദിക്കേണ്ടത്. എനിക്ക് വേണ്ട സാധനം കറക്റ്റായിട്ട് തരാമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ AI എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് അറിഞ്ഞൂടാത്ത ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഹായ്, ബിയോണ്ട് ദ സിലബസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് ടാൽറോപ്പിൻ്റെ R&D ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ് ചെയ്യുന്ന ഹാഫിസ്, അതേപോലെ സിയാദുമാണ്. ജനറേറ്റീവ് AI എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി വന്നിട്ടിപ്പോൾ വലിയ ടൈമൊന്നും ആയിട്ടില്ല, ആകെ 3 വർഷമാണ് ആയിട്ടുള്ളത്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പലതരം മോഡൽസ്, ഇപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് മോഡൽസ് നിന്ന് തുടങ്ങി, ഇന്നിപ്പോൾ എന്ത് ചെയ്തു, ഇമേജ് ബേസ്ഡ് ആയിക്കോട്ടെ, ഓഡിയോ ബേസ്ഡ് ആയിക്കോട്ടെ, ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വീഡിയോ മോഡൽസ് വരെ ഇറങ്ങി തുടങ്ങി. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന ഇൻഡസ്ട്രീസിലുള്ള മാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടൻറ് ക്രിയേഷൻ മേഖലയിൽ മാത്രമല്ല. നമ്മളിപ്പോൾ LLM മോഡൽസ് അല്ലെങ്കിൽ ജനറേറ്റീവ് AI ടെക്നോളജി പറയുമ്പോൾ തന്നെ ഫസ്റ്റ് പറയുന്നതൊക്കെ കണ്ടൻറ് ക്രിയേഷൻ ഇനി എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. വീഡിയോസ് എളുപ്പത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇമേജസ് എളുപ്പത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പല സോഫ്റ്റ്വെയർസും ട്രാൻസ്ഫോം ചെയ്ത് തുടങ്ങി. ERP സിസ്റ്റംസ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ERP സിസ്റ്റംസ് മാറി തുടങ്ങി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ചെയ്തുകൊണ്ട് ERP-യുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർസ് കംപ്ലീറ്റ്ലി മാറി തുടങ്ങി എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് റോബോട്ടിക്സിലും അതേപോലെ തന്നെ IoT-യിലും തന്നെയാണ്. കാരണം എന്താണ്, ഫിസിക്കൽ AI എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ അതിലുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടെക്സ്റ്റ് അവെയർ ആയിട്ട് റോബോട്ട്സിനെയും IoT-നെയും മാറ്റാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു മെയിൻ ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ IoT ആയിക്കോട്ടെ, റോബോട്ടിക്സ് ആയിക്കോട്ടെ, റോബോട്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് മുന്നിൽ കാണുന്ന കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോന്നിനും ട്രെയിൻ ചെയ്യണം. എന്താണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹിസ്റ്ററി നമുക്ക് കൊണ്ടുവരാൻ ഭയങ്കര പാടായിരുന്നു. ഹിസ്റ്ററി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു 10 മിനിറ്റ് കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം വളരെ പാടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഉള്ളൊരു ടൈമിൽ നമുക്ക് എന്താണ്, മനുഷ്യരെ പോലെ എന്ത് ചെയ്യാൻ പറ്റുന്ന, ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റംസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഹാഫിസിൻ്റെ അതേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു ലാസ്റ്റ് 3 years ആയിട്ട് വളരെ അഗ്രസീവായിട്ടുള്ളൊരു മാറ്റമാണ് നമുക്ക് AI-യുടെ ഒരു ഫീൽഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ക്രേസി പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് AI വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വരുന്നതിന് മുന്നേ AI എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയുണ്ട് ആ ഒരു പോയിന്റ്? അതാണ് ശരിക്കും അതിൻ്റെ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ENIAC ആണ്, ഒരു 1945-46 റിലീസ് ചെയ്തത്. പക്ഷേ AI എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കമ്പ്യൂട്ടറുകൾ വരുന്നതിന് മുന്നേ തന്നെ ഒരു 1936 ആയപ്പോൾ, അതിന് ഒരു 10 വർഷം മുന്നേ തന്നെ ലേണിംഗ് മെഷീൻസ് എന്ന് പറഞ്ഞിട്ട് അലൻ ട്യൂറിംഗ് ഇതുപോലത്തെ പേപ്പറുകൾ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മെഷീനുകൾ വരുമെന്നും ഇതുപോലെ പ്രഡിക്ഷൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൊരു സെറ്റപ്പിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ENIAC എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു മോഡൽ, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ENIAC എന്നൊരു കമ്പ്യൂട്ടർ അത് 1945 റിലീസാവുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ 1950s ആയപ്പോഴത്തേക്കാണ് SNARC എന്ന് പറഞ്ഞിട്ട് സൊഫിസ്റ്റിക്കേറ്റഡ് ന്യൂറൽ അനലോഗ് റെയിൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഓരോ വാക്കും ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. അപ്പോൾ അത് 1950s എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലത്തെ ENIAC പോലെ ഒരു സിമിലർ കമ്പ്യൂട്ടർ അന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ SNARC എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കമ്പ്യൂട്ടറിനെ പറയുന്നത്, അല്ലെങ്കിൽ അതൊരു കമ്പ്യൂട്ടറാണ്, AI-ക്ക് പറ്റിയൊരു കമ്പ്യൂട്ടറിനാണ് നമ്മൾ ഈ SNARC എന്ന് പറയുന്നത്. അപ്പോൾ വെറും കമ്പ്യൂട്ടർ റിലീസ് ചെയ്ത് വെറും ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും AI എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 വർഷം കൊണ്ടാണ് ഇത്രയും വലിയ ചേഞ്ച് വന്നത്. ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് 3 yearsലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി
പുതിയൊരു മോഡൽ, ഇപ്പോൾ ട്രാൻസ്ഫോമർ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേണിംഗ് മോഡൽ കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു കൺസെപ്റ്റ് എല്ലാം ഇപ്പോൾ വളരെ പോപ്പുലറായി തുടങ്ങിയത്. ഇപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഏതായിക്കോട്ടെ ട്രെയിൻ ചെയ്യപ്പെടുന്നത് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്ചറിൽ തന്നെ. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ എത്തിയത് നല്ല ക്രേസി, ഇതേപോലെ തന്നെ നല്ലൊരു ഹിസ്റ്ററിയാണ്. ലൈക്ക് ഞാൻ എൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റത്തെ ഒരു AI കമ്പ്യൂട്ടർ നമ്മൾ 1950s ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറക്കുകയാണ്. അതിനുശേഷം ഒരു 1960s ആയി. പക്ഷേ ആ കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ വെറും 40 ന്യൂറോൺസേ ഉള്ളൂ. 40 ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ChatGPTയുടെ 175 ബില്യൺ ന്യൂറോൺസ്. അപ്പോൾ അന്നത്തെ എന്ന് പറഞ്ഞാൽ വെറും 40, ഇന്ന് 170 കോടി അല്ലെങ്കിൽ ആ ബില്യൺ കണക്കിന് ന്യൂറോൺസ് ഉണ്ട്. പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പാരാമീറ്റേഴ്സിന് ഇക്വലൻ്റാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു സംഭവം. അതിനുശേഷമാണ് ഒരു 1960s ഒക്കെ ആയപ്പോഴത്തേക്കും പെർസെപ്ട്രോൺ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മൾ ChatGPTയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബ്രിക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ബ്രിക്ക് എന്ന് രീതിയിലുള്ള സംഭവം നമ്മൾ ആ ഒരു അൽഗോരിതം നമ്മൾ ഡെവലപ്പ് ചെയ്യണത്. പക്ഷേ ആ ഈ ഒരു പെർസെപ്ട്രോണൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസൈൻ ചെയ്തു. പക്ഷേ 1960s മുതൽ ഒരു 1980s വരെ ഒരു AI വിൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയം വന്നേക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അതിലില്ല. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് ഒരു ക്വാണ്ടം വിൻ്റർ എന്ന് പറയും. കാര്യം സോഫ്റ്റ്വെയർ സൈഡിൽ നല്ല ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഹാർഡ്വെയർ സൈഡ് ഒപ്പം എത്തുന്നില്ല. അപ്പോൾ ഇതുപോലെ അന്ന് AIയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിൻ്റർ സംഭവിക്കുന്നുണ്ട് ഒരു 20 years. ആ സമയത്താണ് അതായത് ഫിസിക്കൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റ് നടക്കുന്നത് ആ സമയത്താണല്ലോ. ആ ഒരു സമയത്താണ്. പക്ഷേ ഇതിൽ നമ്മൾ AI വിൻ്റർ എന്ന് പറയുമ്പോൾ അതിലൊരു ഫണ്ടി പാട്ടെന്ന് വെച്ചാൽ ഇതിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഒന്നെന്ന് പറയാൻ പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യാത്തതിന് മെയിൻ കാരണം വെച്ചാൽ ഒരു AI ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനാണ്, അതിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അന്നത്തെ ക്വസ്റ്റ്യൻ. അതായത് അന്ന് ആളുകൾ ആലോചിച്ച ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു AIയിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ സാധനം എന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനമാണ് ഈ പറയുന്ന AI. പിന്നെ അതിനുശേഷം ഒരു 1980s ഒക്കെ ആയപ്പോൾ 1920 ഒരു 60s മുതൽ ഒരു 1980s വരെ ഈ പറയുന്ന ഒരു വിൻ്റർ ആയിരുന്നു. ലൈക്ക് പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ നടന്നിട്ടില്ല. പിന്നെ ഒരു 1980s ഒക്കെ ആയപ്പോഴത്തേക്കും ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നത്തെ AIയുടെ ChatGPTയുടെ ഒക്കെ ഒരു ഫണ്ടമെൻ്റൽ ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു അൽഗോരിതം കൂടി വന്നപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഓപ്പണായി തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഓപ്പണായി തുടങ്ങി. അതായത് ഈ പറയും പോലെ ചെറിയ സ്പീച്ച് റെക്കഗ്നേഷൻസ് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നേഷൻസ്, നമുക്ക് വരുന്ന ഫീഡിൽ വരുന്ന റെക്കമെൻഡേഷൻസ്, ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുത്ത് വരാൻ പറ്റും ഈ പറഞ്ഞ ബാക്ക് പ്രൊപ്പഗേഷൻ വെച്ചിട്ട്. പക്ഷേ പിന്നെയും നമുക്ക് ഒരു 1980s തൊട്ട് ഒരു 2000 വരെ നമുക്ക് പിന്നെയും പ്രത്യേകിച്ച് ഗ്രോത്തോ ഡെവലപ്മെൻ്റ് ഒന്നും അതിൽ കാണുന്നില്ല. അതിനുശേഷമാണ് ഒരു 2000 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഒരു ഇൻ്റർനെറ്റ് ബൂം വരുന്നതും കുറേ കോണ്ടൻസ് യൂട്യൂബായിട്ടും ബ്ലോഗായിട്ടും കുറേ കോണ്ടൻസുകൾ ഇൻ്റർനെറ്റിലേക്ക് എത്തുന്നത്. അതിനോടൊപ്പം ഡാറ്റ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് അപ്പോഴാണ് വരുന്നത്. ഈ ഒരു ഡാറ്റ എക്സ്പ്ലോഷൻ നടക്കുന്നതിനോടൊപ്പം NVIDIAയുടെ ചിപ്പുകൾ 1997 ശേഷം NVIDIAയുടെ ഹൈ എൻഡ് ചിപ്പുകൾ വന്നു തുടങ്ങി. അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ കുറേ നമുക്ക് ഈ പറയും പോലെ ഓക്കെ നമുക്ക് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കും കൂടി നോക്കണം, ആ ഒരു സെറ്റപ്പിലേക്ക് വരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു രണ്ട് രീതിയിൽ, അതൊരു ട്രഡീഷണൽ അൽഗോരിതം എന്ന് പറയുന്ന സെറ്റപ്പായി, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പായി. ട്രഡീഷണൽ അൽഗോരിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇതിലൊക്കെ യൂസ് ചെയ്യാറില്ലേ, SVM, റാൻഡം ഫോറസ്റ്റ്, അങ്ങനെയുള്ള സാധാരണ നമ്മളെ അൽഗോരിതംസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 2010 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇമേജ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റാ സെറ്റ് വരുന്നത്. അതായത് നമ്മളെ ട്രഡീഷണൽ അൽഗോരിതം ഒരു ഇമേജ് റെക്കഗ്നൈസ് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്ററായിട്ട് ഈ ന്യൂറൽ നെറ്റ്വർക്ക് CNN എന്ന് പറയുന്ന കൺവെൻഷനൽ ന്യൂറൽ നെറ്റ്വർക്ക് കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ട്രഡീഷണലിനെ ബീറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, CNN പോലെയുള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 2016 ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡിൻ്റെ ഒരു പേപ്പർ വരുന്നത്, അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ്. ആ പേപ്പർ റെവല്യൂഷണറി പേപ്പറായിരുന്നു. കാര്യം അതുവരെ നമ്മൾ ചെയ്തുകൊണ്ട് വന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാക്കുണ്ട്, ആ വാക്ക് കിട്ടിയ അടുത്ത വാക്ക്, ആ വാക്ക് കിട്ടിയ അടുത്ത വാക്ക്, ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് വന്നപ്പോഴത്തേക്കും നമ്മളൊരു 100 വാക്കുള്ളൊരു ടെക്സ്റ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 100 വാക്കിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ആൻസർ ഒരുമിച്ച് പ്രഡിക്റ്റ് ചെയ്യും. അതായത് ആദ്യത്തെ വാക്ക് പ്രഡിക്റ്റ് ചെയ്തിട്ടല്ല അടുത്ത പറയാം, നമുക്ക് തരുന്ന ആൻസർ 100 വാക്കുണ്ടെങ്കിൽ ഒന്നാമത്തെയും 100ാമത്തെയും ഒരുമിച്ച് പ്രഡിക്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പാരലൽ പ്രഡിക്റ്റിംഗ് മെക്കാനിസത്തിലേക്ക് ഈ അറ്റൻഷൻ ഓൾ യു നീഡ് നമ്മൾ പേപ്പർ എത്തി, റിസർച്ച് പേപ്പർ എത്തി. അത് ശരിക്കും ഒരു ഫണ്ടമെൻ്റൽ മാത്സിൻ്റെ ഒരു പേപ്പറാണ് അത് ശരിക്കും പറഞ്ഞാൽ. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ChatGPT പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ആ ഒരു പേപ്പറിന് ശേഷം ഈ പറഞ്ഞ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരുന്നു. ജെമിനി ആയാലും
ആന്ത്രോപ്പിക്കിൻ്റെ ഇതായാലും ChatGPT ആയാലും ഒക്കെ ആയിട്ട് വരുന്നത്. അവിടെ നിന്ന് അതിനെ ബേസ് ചെയ്തിട്ട് ആ റിസർച്ച് പേപ്പർ ബേസ് ചെയ്തിട്ടായിരുന്നല്ലോ ഓപ്പൺ AI പറഞ്ഞിട്ടുള്ളൂ. അത് ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡ് റിസർച്ചേഴ്സ് ആണ് അത് എന്ത് ചെയ്യുന്നത്, അത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം കൊമേഴ്സ്യലൈസ് ചെയ്ത ഒരു മോഡലായിട്ട് റിലീസ് ചെയ്യുന്നത് ChatGPT തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ LLM ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ LLMൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ പോലെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് റിപ്ലൈ തരാൻ കഴിയുന്നതാണ്. കാരണം മനുഷ്യർ എഴുതിയേക്കുന്ന ഡേറ്റയിൽ നിന്നാണ്, അതായത് നമ്മൾ എഴുതിയിട്ടുള്ള ബുക്സ് ആയിക്കോട്ടെ, നമ്മൾ എഴുതിയിട്ടുള്ള ബ്ലോഗ്സ് ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, ഇതിൽ നിന്നാണ് ഇത് ഫീഡ് ചെയ്ത് പഠിച്ച് റിപ്ലൈ തരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടൻസിലെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 3 പേരും ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ AI സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ AI ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഓരോ ഫീൽഡ്, ഇപ്പോൾ ഞാനൊരു IoT സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തോട്ട് AI ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ വരുന്നു, അതേപോലെ തന്നെ ഇപ്പോൾ ഹാഫിസ് ഇപ്പോൾ ഒരു ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് അവെയർ ഡ്രോൺ എന്നുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിൽക്കുമ്പോഴത്തേക്കും AI എങ്ങനെ കൊണ്ടുവരുന്നു, സിയാദ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു AI ട്യൂട്ടർ എന്നുള്ള സ്കൂൾസിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ AI ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്നുള്ള ലെവലിൽ വരുന്നു. അപ്പോൾ സിയാദ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, AI എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡെവലപ്പർ, ടെക്നോളജി ഡെവലപ്പർ എന്നുള്ളൊരു സ്റ്റാൻഡ് പോയിന്റിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? AI സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ജനറേഷൻ മോഡലിനെ നമ്മൾ കണ്ടു. ഇത് പല രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു മോഡലിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ടെക്സ്റ്റ് ജനറേഷൻ മോഡൽസ് ഉണ്ട്, ഇമേജ് ജനറേഷൻ മോഡൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോ ജനറേഷൻ മോഡൽസ് ഉണ്ട്, പല മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഒരു സ്പെസിഫിക് എന്താണോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള സ്ഥലത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അൺലോക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം അത് ബേസ് ചെയ്തിട്ട് ഇപ്പം ChatGPT ഇവൻ നമ്മൾ നോക്കുമ്പോഴായി കഴിഞ്ഞാൽ പോലും നമ്മളെങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു AI സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്തെ ഭയങ്കര രീതിയിൽ ലാർജ് ഡേറ്റ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലേക്ക് വേണം എന്ത് ചെയ്യാം, ഏത് ഇൻഡസ്ട്രിയിലാണോ നമുക്ക് യൂസ് ചെയ്യാം. ജനറൽ പർപ്പസ് മോഡലാണ്. ഇപ്പം അതിപ്പോൾ നമ്മളിപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, എഡ്യൂക്കേഷൻ ഭയങ്കര വാസ്റ്റ് ഏരിയയിൽ കൊടുക്കുന്ന ഭയങ്കര ഡേറ്റ സെറ്റ് വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് എന്നുള്ളൊരു സംഭവം അൺലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാം, ഇതിനെ മാറ്റിയെടുക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലേണിങ്ങിലേക്ക് ഇതിനെ എന്ത് ചെയ്യും, ഭയങ്കര രീതിയിൽ ഇതിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയാണ് ഈ 1-to-1 ആയിട്ടുള്ള ലേണിങ്ങിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്കൊക്കെ നമ്മളിതിനെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു പോയിന്റ് വരാം. അപ്പോൾ അവിടെ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ് ജനറൽ പർപ്പസ് മോഡലുകളാണ്. ഇപ്പോൾ ഈ ChatGPT ആയിക്കോട്ടെ, ലാമ ആയിക്കോട്ടെ, ആന്ത്രോപ്പിക്കിൻ്റെ മോഡൽസ് ആയിക്കോട്ടെ, അല്ല ജനറൽ പർപ്പസ് ആണ്. ഇപ്പോൾ നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ വേണമെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ യൂസ് ചെയ്യാം, ഇനി റോബോട്ടിക്സിന് വേണമെങ്കിൽ റോബോട്ടിക്സിന് യൂസ് ചെയ്യാം, എഡ്യൂക്കേഷൻ വേണമെങ്കിൽ എഡ്യൂക്കേഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ജനറൽ പർപ്പസ് മോഡലിനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ എന്നുള്ള ഒറ്റ ഫീൽഡിലോട്ട് ഇപ്പോൾ സിയാദ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സ്കൂൾസിലാണല്ലോ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആ ഒരു സ്കൂൾസിലേക്ക് വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഓരോ മോഡലിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടുള്ള ഡേറ്റ സെറ്റ് ഏതെന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ബേസിക്കലി ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ലാമയുടെ 3.37 ബില്യൺ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷണൽ പർപ്പസിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടാണ് ഈ ഒരു സംഭവം എടുത്തത്. അപ്പം ഈ ബേസിക് മോഡലിന് എടുത്തതിന് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ സെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണലി കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഈ ബേസിക് മോഡലിന് നമുക്ക് എടുത്തതിന് ശേഷം ഇപ്പം സ്കൂളിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സിലബസ് ഉണ്ടാവും. അപ്പോൾ ഈ സിലബസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നിപ്പോൾ വിഷൻ മോഡൽസ് കാര്യം ഇപ്പോൾ അതിനൊരു ഡിജിറ്റൽ കോപ്പിയിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷൻ മോഡൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിനെ കൺവേർട്ട് ചെയ്ത് ഇതിനെ ട്രെയിൻ ചെയ്യാമെന്നുള്ളൊരു മോഡലിലേക്ക്, ഇതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ സെറ്റിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാം. അപ്പം ഇത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ മോഡലും നമ്മുടെ ഈ ഡേറ്റ സെറ്റും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ എന്താണോ ഇൻപുട്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡേറ്റാസ്, അതായത് നമ്മുടെ കരിക്കുലത്തിനെ ഇതിനെ ഫീഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കരിക്കുലം ബേസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ടീച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത്ര സെറ്റ് ഓഫ് ഡേറ്റാസ് ഞാൻ കയ്യിൽ തരുന്നു, അതായത് ഇത്രത്തോളം നോളജ് ഞാൻ എടുത്തെന്നിട്ട് പറയാണ്, ഇതെന്ത് ചെയ്യണം, ഇന്ന സ്പെസിഫിക് രീതിയിൽ എനിക്കിതിനെ പറഞ്ഞു തരണം എന്നാണ് ആക്ച്വലി അവിടെ പറയുന്നത്. ഒരു പേഴ്സണലൈസ്ഡ് സിലബസ് രീതിയിലൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. അതെ, അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോംപ്റ്റിങ്ങിൻ്റെ ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. കാരണം പ്രോംപ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് തന്നെ ഓപ്പൺ ആവുന്ന അവിടെയാണല്ലോ. കാരണം
എ ഐ ജനറൽ പർപ്പസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് എന്ത് വേണോ റെസ്പോൺസ് തരാം, അല്ലെങ്കിൽ അതിന് എന്ത് വേണോ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ പ്രോംപ്റ്റിങ്ങിലൂടെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട രീതിയിലോട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത്. എ ഐനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സെയിൽസ് ഏജൻ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ എന്താണ് ഒരു ട്യൂട്ടറായിട്ട് മാറ്റാം, എന്ത് വേണം, എല്ലാത്തിൻ്റെയും ഡേറ്റ അവിടെ കിടപ്പുണ്ട്. അതിന് ശരിക്കും ഒരു കൺസെപ്ച്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. ലൈക്ക് നമ്മൾ പ്രോംപ്റ്റ് എത്രത്തോളം കൺസെപ്റ്റിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു ബേസിക് പ്രോംപ്റ്റ് ആണെങ്കിൽ ChatGPT നമുക്ക് ഒരു ഉത്തരം തരും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇതെന്ത് പൊട്ടുത്തരം എന്ന രീതി പറയും. പക്ഷെ നമ്മൾ കൺസെപ്റ്റ് കൊടുത്തിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവം. അതായത് ഇവൻ ChatGPT തൈ കഴിഞ്ഞാലും നമ്മൾ പോയിട്ട് ഇപ്പോൾ ChatGPT ഭയങ്കര രീതിയിൽ അത് നമ്മളിപ്പം കൊടുക്കുന്ന സിമ്പിൾ പ്രോംപ്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ രീതിയിൽ ഭയങ്കര രീതിയിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനെ പേഴ്സണലൈസ് ആക്കാൻ പറ്റും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോയിട്ട് പറയാണ് എന്നെ ഒരു മാത്സ് ടീച്ചർ ആവണം, ഇന്ന സ്പെസിഫിക് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള മാത്സ് ടീച്ചർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇത് എന്ത് ചെയ്യും, ഒരു റോൾ സെറ്റ് ചെയ്യാന്ന് പറയൂലേ, ആ ഒരു റോളിൽ സ്പെസിഫിക് റോളിലേക്ക് ഇത് മാറും. അതായത് ഇപ്പം നമ്മുടെ അടുത്ത് പറയില്ല, നീ നാളെ മുതൽ ഇതാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഇതാവും. ഇതുപോലെ നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സ്പെസിഫിക് പോയിന്റിലേക്ക് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടായിരിക്കും പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, റിപ്ലൈ ചെയ്യുക. അതായത് ജനറൽ ആയിട്ടുള്ളൊരു പോയിന്റിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു സ്പെസിഫിക് റോൾ അതിന് അസൈൻ ചെയ്യാണ്. ആ ഒരു റോളിൽ നിന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, അത് പിന്നീട് നമ്മളോട് സംസാരിക്കാം. പക്ഷേ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൽ വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈവൻ നമ്മളുടെ ജെമിനിക്ക് മുന്നേ വന്ന ബാർഡ് നേരിട്ടൊരു ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആയിരുന്നു. അതായത് ഒരു യൂസർ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ബാർഡ് എന്താണ് നിങ്ങൾ ചോദിച്ചതെന്ന് 3-4 ക്വസ്റ്റ്യൻസ് തിരിച്ച് ചോദിക്കില്ലേ, കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ആൻസർ തരാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടാണ് ബാർഡിനെ ഫേസ് ചെയ്യേണ്ടതെന്ന്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് 4 ചോദ്യം തിരിച്ചല്ല ചോദിക്കേണ്ടത്, എനിക്ക് വേണ്ട സാധനം കറക്റ്റായിട്ട് തരാമെന്നുള്ളതാണ്. പക്ഷെ ChatGPT അതിൽ കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഇനീഷ്യലി തന്നെ വന്നു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഒരു ഹെഡ് ChatGPTക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനറിയില്ല എന്ന് പറയില്ല, ഹാലൂസിനേറ്റ് ചെയ്തിട്ട് അങ്ങ് തകർക്കും. ഈ പറഞ്ഞതുപോലെ ഹലൂസിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് ഇപ്പോൾ AI അല്ലെങ്കിൽ LLM എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് പറയുമ്പോൾ പറഞ്ഞു പോകേണ്ട, അതായത് എല്ലാ കമ്പനീസ് അല്ലെങ്കിൽ എല്ലാ മോഡൽസും നേരിടുന്ന പ്രോബ്ലം തന്നെയാണ് ഈ ഹലൂസിനേഷൻ എന്നുള്ളത്. ഡേറ്റ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ബാക്ക് ചെയ്യാനില്ലാത്തപ്പോൾ അത് തന്നെ എന്ത് ചെയ്യും, ഉണ്ടാക്കി പറയും. ഇപ്പോൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെയിൽസ് ഏജൻറ്റ്, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ട്രൈ ചെയ്തൊരു സംഭവമാണ്. ChatGPT എടുക്കുന്നു, പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ChatGPTക്കകത്ത് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് നിങ്ങൾ കൊടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ സിസ്റ്റം പ്രോംപ്റ്റ് എന്ന് ആദ്യം കൊടുക്കുന്ന സംഭവം സിസ്റ്റം പ്രോംപ്റ്റാണ്. അതാണ് എങ്ങനെയാണ് ഒരു AI ആക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുന്നത്. രണ്ടാമതാണ് നമ്മൾ ഇൻപുട്ട് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് പ്രോംപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, AIയോട് ആസ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു LLMനോട് ഈ റോൾ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം പ്രോംപ്റ്റ് ബേസ് ചെയ്തിട്ട് ആൻസർ തരാമെന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ സിസ്റ്റം പ്രോംപ്റ്റാണ് ഞാൻ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ യുവർ സെയിൽസ് ബോട്ട്, എന്താണ് നിങ്ങളൊരു സെയിൽസ് ബോട്ടാണ് ഒരു ഫ്രൂട്ട് ഷോപ്പിൽ. അപ്പോൾ ഫ്രൂട്ട് ഷോപ്പിലെ സെയിൽസ് ബോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എന്താണോ ആൾ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യുക, ആൻസർ പറയാമെന്നുള്ളൊരു സിസ്റ്റം പറഞ്ഞു. വേറൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്നോ അതിൻ്റെ പ്രൈസസ് ഓഫേഴ്സോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്താണ്, ഹായ് ഐ വോണ്ട് ടു ബൈ സം ഓറഞ്ചസ് എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെ ഓറഞ്ചസ് ഉണ്ട്, 4 കിലോ ഉണ്ട്, 4 കിലോ 30 രൂപയാണെന്ന് പറഞ്ഞിട്ട് പറയും. 4 കിലോ ഓറഞ്ചസ് ഉണ്ടോ എന്നറിയത്തില്ല, 30 രൂപയാണോ എന്നറിയത്തില്ല. യഥാർത്ഥത്തിൽ AI എങ്ങനെയായിരുന്നു അത് ബിഹേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് അറിഞ്ഞൂടാത്ത ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് പ്രോംപ്റ്റ്സ് കൊടുത്ത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ സെയിൽസ് ബോട്ട് ആണെന്നൊക്കെ പറഞ്ഞു, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കരുത് എന്നുള്ള നെഗറ്റീവ് പ്രോംപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഹാലൂസിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓരോ പ്രോഡക്റ്റ്സ് ഉണ്ടെന്നും പറയും, അതിന് ഇത്ര പ്രൈസ് ആണെന്നും പറയും. ആൾക്കാർ അവസാനം വാങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആണല്ലോ എന്ന് പറയില്ലേ, ആ ഒരു ലെവലിലോട്ട് എത്തും. അപ്പോൾ പിന്നെ ആ ഒരു നെഗറ്റീവ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാലൂസിനേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഹാലൂസിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ മിക്ക പ്രോഡക്റ്റുകളും ഫെയിൽ ആവുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിയൽ വേൾഡ് യൂസേജിൽ ഫെയിൽ ആവുന്നതും ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ്റെ ഒരു കേസ് പറയുമ്പോഴത്തേക്കും, കാരണം ഇപ്പോൾ ബേസിക്കായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു അതിനെ കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുക, നമ്മളിപ്പോൾ ജയിൽ ബ്രേക്കിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അതിനെന്തുണ്ട്, ഒരു വാളുണ്ട്, ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു സംഭവം. അപ്പം നമ്മളിപ്പോൾ ഒരു ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ChatGPT എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിലൊരിക്കലും ഇപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ എല്ലാ ടെക്സ്റ്റും എല്ലാ ബുക്സും എല്ലാ കണ്ടൻസും പഠിച്ചിട്ടുള്ളതാണ്. ഒരാളെ കൊല്ലാനുള്ള ഇൻഫർമേഷനും അറിയാം, ഒരാളെ നല്ല രീതിയിൽ നോക്കാനുള്ള ഇൻഫർമേഷനും അറിയാം.
കൊല്ലാനുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് തരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു ഫയർ വാൾ പോലത്തെ ഒരു സിസ്റ്റമാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷെ അതിനും കടന്ന് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ജെയിൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആ ഒരു ഫയർ വാൾ അത് എത്രത്തോളം സ്ട്രോങ് ആവും എന്നുള്ളൊരു കാര്യത്തിലാണ്. കാരണം ഇപ്പോൾ നേരത്തെ മാധവ് പറഞ്ഞതുപോലെ ഒരു സെയിൽസ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആ സെയിൽസ് ബോർഡിന് ഫീഡ് ചെയ്യാത്തൊരു കാര്യം പറയാൻ പാടില്ല. ഇപ്പം ഈവൻ അതൊരു ഫ്രൂട്ട് ഷോപ്പിൽ ഇപ്പം നമ്മൾ ഓറഞ്ച് ഇല്ലായിരിക്കും, അപ്പോൾ ഈ ഓറഞ്ചിന് 30 രൂപ എന്ന് പറഞ്ഞിട്ട് പോയി പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായി? അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ അവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഒരു സ്ട്രോങ് ഈ പറഞ്ഞ പോലെ ഫയർ വാൾ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. അതും പ്രോംപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം. പ്രോംപ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ അഷ്വറിൻ്റെയൊക്കെ AI പോർട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത് കണ്ടൻറ് ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കണ്ടൻറ് ഫിൽറ്ററിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അതും ഒരു പ്രോംപ്റ്റ് തന്നെയാണ്. ഒരു പ്രോംപ്റ്റ് അതെ, അത് വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രോംപ്റ്റിംഗ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് അത് ചെന്ന് നിൽക്കാം. ഇപ്പോൾ സിസ്റ്റം പ്രോംപ്റ്റിനകത്ത് മാക്സിമം നെഗറ്റീവ് പ്രോംപ്റ്റ്സുകൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സോൾവ് ആവുന്നുള്ളതാണ് അതായത് നമ്മൾ എത്രത്തോളം അതിനെ സ്പെസിഫൈ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഭയങ്കര ഒരു പോയിന്റാണ്. കാര്യം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സിംപ്ലി പോയിട്ട് ഒരു സെയിൽസ് ബോട്ടായിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പം ഫ്രൂട്ട് ഷോപ്പാണ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇത് സെയിൽസ് ആയിട്ട് അങ്ങ് വർക്ക് ചെയ്യും. അതിപ്പോൾ എന്ത് സെയിൽസ് എന്നുള്ള രീതിയിലല്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്തു നമ്മളൊരു ഫ്രൂട്ട് ഷോപ്പിലെ സെയിൽസ് ബോട്ടാണെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് കണ്ടന്റ് ഫിൽറ്ററിങ് അവിടെ തന്നെ നടക്കുകയാണ്. അതായത് മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക്സ് പോവാതെ അവിടെ ഒരു കണ്ടന്റ് ഫിൽറ്ററിങ് നടക്കുകയാണ്. അപ്പോൾ ഇതേപോലെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഇവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു ഇപ്പം എന്താണ് ഒരു ലൈറ്റ് ഷോപ്പ് അല്ലെങ്കിൽ ഇപ്പം ഒരു ഷോപ്പിൻ്റെ സോഫ്റ്റ്വെയറിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം അതിൻ്റെ ഈ ഡേറ്റ സെറ്റും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഇതാണ് കൊണ്ടുവരിക. കാരണം ഓരോ പ്രൊഡക്റ്റിൻ്റെ അകത്തും ഈ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ഓൾറെഡി ഷോക്കേസ് ചെയ്തിട്ടുണ്ട് ഇത്രയും പ്രൊഡക്ട്സ് ഈ കമ്പനിയിലുണ്ട്, ഇതിൽ ഇത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉൾപ്പെടെയുണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ബോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ മോഡലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഡേറ്റാസ് കിട്ടാണ്. അതെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂസറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു എന്താണ് സപ്പോർട്ടിന് ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരു സപ്പോർട്ട് ചാറ്റ് എന്നുള്ളൊരു സംഭവത്തിന് മാറിയിട്ട് അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു AI ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു പോയിന്റിലേക്കാണ്. നമ്മൾ ഈ ഇപ്പോൾ പ്രോംപ്റ്റിൻ്റെ കേസ് പറയുമ്പോഴാണ് നമ്മളതിന് ഒരു സ്റ്റാൻഡേർഡൈസ് ഫോം നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ഒരു RTF എന്ന് പറഞ്ഞിട്ട് റോള് ടാസ്ക് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ആദ്യം നിങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ബിഹേവ് ലൈക്ക് എ ടീച്ചർ ബിഹേവ് ലൈക്ക് അങ്ങനെ നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ എന്ത് ടാസ്ക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ടാസ്ക് ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം എന്താണോ അത് നിങ്ങൾ ഏത് രീതിയിലാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു RTF ഫോർമാറ്റ് കീപ്പ് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള പ്രോംപ്റ്റ് കാര്യങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഏജൻറ്റുകളെ കൂടി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ChatGPT തന്നെ കുറേ ഏജൻറ്റുകൾ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഏജൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഡീപ്പ് സെർച്ച് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അങ്ങനെ പക്ക ഏജൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു റിസർച്ച് വേണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ആ ഡീപ്പ് സെർച്ച് ഓണാക്കി കഴിഞ്ഞാൽ 10-15 മിനിറ്റൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 10-15 പേജുള്ളൊരു PDF കിട്ടും. ഒരു MSc കഴിഞ്ഞ ഒരാൾ എങ്ങനെയാണ് ഒരു റിസർച്ച് ചെയ്ത് റിപ്പോർട്ട് ഇത് കിട്ടിയിരിക്കുന്നത് ആ പോയിന്റിലാണ്. അതായത് നമ്മളൊരു കുറേ നാൾ കൊണ്ട് റിസർച്ച് ചെയ്തെടുക്കുന്ന ഒരു പോയിന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് റിസർച്ച്. കാരണം ഇത് PhD ലെവൽ റിസർച്ച് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ChatGPT സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു ചാറ്റ് ബോട്ട് മാത്രമല്ല അവിടെ വരുന്നത്, ഇതേപോലെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലഗിൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റഡി മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് ഈ സ്റ്റഡി മോഡ് എനേബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ആൻസർ ചോദിക്കണമെങ്കിൽ ഇത് ഡയറക്റ്റ് ആൻസർ ചെയ്യില്ല, പകരം നമ്മളെ പഠിപ്പിക്കാൻ ഇത് നോക്കുള്ളൂ. അതായത് ഓരോ മോഡും അതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ സിസ്റ്റം പ്രോംപ്റ്റ്സ് വെച്ചിട്ടും നെഗറ്റീവായിട്ട് ഇത്രത്തോളം കാര്യങ്ങൾ ഇതിന് എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് അതിനെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് റോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഡീപ്പ് റിസർച്ചിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാറുകയാണ്. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യുക, അതായത് നമ്മൾ പോയി കണ്ടുപിടിക്കുന്ന അതേ പ്രോസസ് തന്നെയാണ്. പക്ഷെ എന്താണ് നമ്മളെക്കാളും 100x ഫാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100x മറ്റേത് ഇയേഴ്സ് എടുക്കുന്ന പ്രോസസ്സ് നമുക്ക് ഇവിടെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടാണ്, ഒരു PDF ആയിട്ട് കിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ ഏജൻറ്റുകൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു ടെക്സ്റ്റ് എന്ന രീതിയിൽ പ്രഡിക്ഷൻ ചെയ്യുന്ന രീതിയിൽ വന്നു. പിന്നെ ഓരോ വെബ്സൈറ്റുകളിൽ പോയി എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഏജൻറ്റിനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജൻറ്റ് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ച് വരുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ ഡിവൈസുകളിലേക്ക് എന്ത് ചെയ്ത് തുടങ്ങും, ഈ AI-കളുടെ ഓരോരോ എൻട്രികൾ. അതിലിപ്പോൾ ഏജൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ എസ്പെഷ്യലി LLM മോഡൽസ് എന്ന് പറഞ്ഞാൽ വെറും ടെക്സ്റ്റ്
എന്ത് ചെയ്യുക ടെക്സ്റ്റ് റിട്ടേൺ റെസ്പോൺസ് തരാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതിന് എന്ത് തരം ടെക്സ്റ്റ് വേണോ തരാം. ഇപ്പോൾ കോഡ് ചെയ്യണമെങ്കിൽ കോഡ് ചെയ്യാൻ പറ്റും, കോഡ് ടെക്സ്റ്റിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജേസൺ ആണെങ്കിൽ ജേസൺ റെസ്പോൺസ് തരാൻ പറ്റും, ആർട്ടിക്കിൾ വേണമെങ്കിൽ ആർട്ടിക്കിൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. മനുഷ്യന്മാർ ഇൻട്രാക്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൂവി ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ് ഒരു ബെസ്റ്റ് ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ബട്ടൺസും ഇതെല്ലാം കലണ്ടറിൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. ഇതെല്ലാം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാധനം എന്ത് ചെയ്യത്തില്ല, AI കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിൽ ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് വരുമ്പോൾ ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ഇപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലൗഡിൻ്റെ മോഡൽസ് റിലീസ് ചെയ്തിരിക്കുന്ന ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു പ്രോട്ടോക്കോൾ, MCP പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് എങ്ങനെയാണോ ഇപ്പോൾ ട്രഡീഷണൽ സോഫ്റ്റ്വെയർസിന് LLMസുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗേറ്റ് വേ ആയിട്ടാണ് MCP പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ MCP മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോക്കോൾ എന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല. പകരം ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ MCPയിലേക്കായിരിക്കും ആദ്യം നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് എത്തുക. അതായത് നമ്മുടെ എന്താണോ ഇൻസ്ട്രക്ഷൻ അത് എത്തുക. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ നമ്മുടെ സോഫ്റ്റ്വെയർസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ APIs എടുത്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ APIs എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ കലണ്ടറിൽ ഇപ്പോൾ ഒട്ടുമിക്ക കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗൂഗിൾ കലണ്ടറിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വാട്സപ്പിൽ തന്നെ ഡോള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാറ്റ് ബോട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗൂഗിൾ കലണ്ടറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ഇന്നൊരു ടൈമിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ പോയിട്ട് അവിടെ ആഡ് ചെയ്യും. അതായത് അതിൻ്റെ API എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അതിന് വേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം API കൂടെ പാസ് ചെയ്ത് വേണ്ട ഒരു ഫോർമാറ്റ്. ഇപ്പോൾ REST API ആണെന്നുണ്ടെങ്കിൽ അതിന് ഫോം ഡേറ്റ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്ത് കൊടുക്കണം. ആ ഫോം ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? AI കൊണ്ട് പറ്റുക. LLMന് കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. JSON എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് ആ ഫീൽഡ് വേണ്ടതെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അത് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ ഒരു MCP സെർവർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ LLMസിന് സൂപ്പർ പവർ കൊടുത്തതുപോലെയാണ്. ഇപ്പോൾ കർസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI IDE ഇറങ്ങി. കർസറാണ് നമ്മളിപ്പോൾ നമ്മുടെ കമ്പനി ആയിക്കോട്ടെ മോസ്റ്റ്ലി എല്ലാവരും എനിക്ക് തോന്നുന്നത് ഭയങ്കര ബെറ്റർ ആയിട്ടും ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ എന്താണ് AI ബേസ്ഡ് ആയിട്ടുള്ള കോഡിങ് നടക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് കർസറിലൂടെയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് പറ്റുക. കാരണം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്ത് ചെയ്യും, നമ്മളുടെ പ്രോജക്റ്റ് ഫുള്ളി അനലൈസ് ചെയ്ത് അതിനകത്തുള്ള ഓരോ കോഡും പഠിച്ച് എന്താണോ നമ്മുടെ കോഡെന്ന് മനസ്സിലാക്കി നമ്മുടെ കോഡിങ് സ്റ്റാൻഡേർഡിലേക്ക് വേണ്ടിയിട്ട് അത് ബിൽഡ് ചെയ്ത് തരും. അപ്പോൾ കർസർ ഒരിക്കലും എന്തല്ല ഒരു LLM അല്ല, എന്താണ് ഒരു LLM മോഡൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് മോഡലല്ല അവർ ചെയ്തേക്കുന്നത്. ഒരു ടെക്സ്റ്റ് മോഡൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് മോഡൽ എടുത്തു. ഇപ്പോൾ ക്ലൗഡ് ആയിക്കോട്ടെ, ക്ലൗഡൊക്കെയാണ് ബെറ്റർ ആയിട്ട് കോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജെമിനൈ ആയിക്കോട്ടെ, അതുപോലെ GPT-യുടെ 4o ആയിക്കോട്ടെ, ഇങ്ങനത്തെ മോഡൽസൊക്കെയാണ് കോഡ് ചെയ്യുന്ന മോഡൽസ്. ഈ മോഡൽസും ഈ പറയുന്ന MCP സെർവേഴ്സ്, ഇവിടുത്തെ MCP സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടിക്കറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളൊന്നുമല്ല. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫയൽസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു MCP സെർവർ. അപ്പോൾ ആ MCP സെർവറിനകത്ത് ഏത് ഫയൽ വേണം എന്നുള്ളൊരു ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ഫയലാണ് റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ ഫയൽ മൊത്തം എടുത്ത് അതിനെ ടെക്സ്റ്റ് ആക്കി LLMന് കൊടുക്കും. ഇതിപ്പോൾ അടുത്തൊരു സംഭവങ്ങളുണ്ട്. അതായത് ഓരോ സോഫ്റ്റ്വെയർസും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സോഫ്റ്റ്വെയർസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം. അപ്പം ഈ കഴ്സറിൻ്റെ കേസ് എടുക്കുമ്പോൾ തന്നെ കഴ്സറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്ലഗ് ആൻഡ് പ്ലേ പോലെ പുതിയ പ്ലഗിൻസ് പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ സെർവേഴ്സ് കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈവൻ ഫിഗ്മയിലെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഗ്മയിൽ ഇപ്പം ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴ്സറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തുണ്ട് MCP സെർവർ ഒരു തേർഡ് പാർട്ടി സംഭവം വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MCP സെർവറിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് വേണോ അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം. ഈ APIസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നതാണ്, നമുക്കിപ്പോൾ എന്തൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലും അതിനൊരു API ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് അതിന് എക്സ്ട്രാ ലെയർ കിട്ടുകയാണ്. ഒരു ChatGPTയുടെ ആണെങ്കിൽ എന്തിനാണ് API, അതിൻ്റെ ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു എക്സ്ട്രാ ലെയർ കിട്ടുകയാണ്. അത് നല്ല രീതിയിൽ എഫിഷ്യൻ്റ്. അതിൽ തന്നെ ഇപ്പോൾ MCP സെർവർ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയൊരു ടോപ്പിക്കൊന്നുമല്ല. സിംപ്ലി പറഞ്ഞാൽ ഒരു API വർക്ക് ചെയ്യുന്ന സെയിം ലെവലിൽ തന്നെയാണ് MCP സെർവറും വർക്ക് ചെയ്യുന്നത്. Node.js വെച്ചിട്ട് ബിൽഡ് ചെയ്യാം, എന്ത് വെച്ചിട്ടാണോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു പോയപ്പോഴാണ് മനസ്സിലായത്, സത്യത്തിൽ നമ്മളുടെ ഇപ്പോൾ കർസറിനകത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയൽ റീഡിങ് അല്ലെങ്കിൽ ഫയൽ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളിൽ നമ്മളിപ്പോൾ സാധാരണ കമാൻഡ്സ് ഉപയോഗിക്കുമല്ലോ. കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയൽ ഇപ്പോൾ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റ് എന്നിട്ട് ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവരുടെ ഒരു സെർവർ MCP സെർവർ എന്നാണ് ഒരെണ്ണത്തിനെ പറയുക, ഒരു MCP സെർവറിന്. അപ്പോൾ ഫയൽ റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള MCP സെർവർ ഉണ്ടെങ്കിൽ
അതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഫയലാണെന്നുള്ള ഫോം ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ റൺ ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് എടുത്ത് തിരിച്ച് API റെസ്പോൺസ് ആയിട്ട് എന്ത് ചെയ്യും LLM-ന് കൊടുക്കും. അപ്പോൾ LLM എന്ത് ചെയ്യും, ഇത് വായിച്ചിട്ട് ഓക്കെ ഇത് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇത് മനസ്സിലാക്കി അടുത്ത ഇനി ഏത് MCP സെർവർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തതുണ്ട്, അങ്ങനെ ഓരോ MCP സെർവർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്താൽ ഒരു Node.js ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു Django ആപ്ലിക്കേഷനോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിൽഡ് ചെയ്ത് ഒരു API എൻഡ് പോയിൻ്റ് ഉണ്ടാക്കുക. ആ API എൻഡ് പോയിൻറ്റിൻ്റെ ഫോം ഡേറ്റ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഫോം ഡേറ്റ എന്താണെന്നുള്ള കൃത്യമായിട്ടൊരു ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഈസിലി ഏതൊരു MCP സെർവറുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ എനിക്കൊന്ന് ക്ലൗഡിൽ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ ഉണ്ട് MCP സെർവറുമായിട്ടുള്ള, ഇപ്പോൾ പറഞ്ഞ ഈ കർസറിലുണ്ട്. ഇതേപോലത്തെ ഇപ്പോൾ കിറോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ AI വന്നിട്ടുണ്ട് AWSൻ്റെ. അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്ക് ഡയറക്റ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട സൂപ്പർ പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LLM-ന് കൊടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു, അതിൻ്റെ APIs നമുക്ക് എന്ത് ചെയ്യാം, LLMs-ന് കൊടുക്കാം എന്ന് പറയുന്നത് പോലെ. MCP സെർവർ വരുമ്പോഴാണ് LLMs യഥാർത്ഥത്തിൽ ഹ്യൂമൻസിൻ്റെ വേയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ മനുഷ്യരെങ്ങനെയാണോ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ടാസ്കുകൾ, ആ ടാസ്കുകൾ എല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ കോഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ ഇപ്പോൾ AI വന്നപ്പോൾ വന്നത്. അതായത് നമുക്ക് ഒരു ലൈൻ കോഡ് അറിയേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും റെക്കമെൻഡഡ് ആയിട്ടുള്ള വേല വൈപ്പ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി ഉണ്ട്, അല്ലെങ്കിൽ വൈപ്പ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും അത് വെച്ചിട്ട് നമുക്കൊരു പ്രൊഡക്ഷൻ ഗ്രേഡ് ആപ്ലിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഓരോ ലൈൻ ഓഫ് കോഡ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്നാലും വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, ആർക്ക് വേണോ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. ഒരു പക്ഷേ ഒരു ടൈം എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇത് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് എന്ത് പറഞ്ഞാലും കോഡിംഗ് ആയിക്കോട്ടെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതൊക്കെ ഒരു മീഡിയം മാത്രമാണ്. സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയം മാത്രമാണ്. ഒരിക്കലും എന്തല്ല ഇപ്പോൾ Django വച്ചിട്ടേ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലല്ലോ. എന്ത് വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം. ഏതാണെന്ന് ചൂസ് ചെയ്യണതും ഏത് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ആ മീഡിയംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ തവണയും. അപ്പോൾ ആ മീഡിയംസ് എന്ത് ചെയ്യും, AI വരുമ്പോഴത്തേക്കും ട്രാൻസ്ഫോം ചെയ്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് രീതിക്ക് വേണോ നമുക്ക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ MCP സെർവറിൻ്റെ ഏജൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഹാഫിസ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺടെക്സ്റ്റ് അവെയർ ആയിട്ടുള്ള ഒരു ഡ്രോൺ, അല്ലെങ്കിൽ എന്താണ് ഒരു ഫിസിക്കലി എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിലോട്ട് എങ്ങനെ AI ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അപ്പോൾ ഈ ഏജൻറ്റിക്ക് AI അതേപോലെ തന്നെ ഈ പറയുന്ന LLMs ഒക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഹാഫിസിൻ്റെ ഒരു ഡ്രോൺ സിസ്റ്റത്തിലോട്ട് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? അതെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ലൈക്ക് നമ്മളൊരു LLM എടുക്കുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ LLM-ൻ്റെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം NVIDIA-യുടെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, NVIDIA റിലീസ് ചെയ്ത പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും നമ്മളിനി LLMs-നെ നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്ന മെത്തേഡാണ് അവർ പറയുന്നത്. പകരം എന്ത് ചെയ്യുക, SLMs-നെ സ്മോൾ ലാംഗ്വേജുകളെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ സ്മോൾ ലാംഗ്വേജിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു പെർട്ടിക്കുലർ ടാസ്കിലായിരിക്കും ഏറ്റവും എക്സൽ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ കോണ്ടന്റ് എഴുതാനായിരിക്കും, ചിലപ്പോൾ കോഡ് എഴുതാനായിരിക്കും. അപ്പോൾ കുറേ SLMs-നെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു LLM-നേക്കാൾ ബെറ്ററാണ്. എന്നിട്ട് നമുക്ക് കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ച് ഇതിൽ ഏത് SLM-ന് കൊടുക്കണമെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റേത് ഒരൊറ്റ മോഡലിലേക്ക് പോകുന്നതിന് പകരം ഇത് സ്പെസിഫിക് ആയിട്ട് അതിൽ പോയാൽ മതി എന്നുള്ളത്. കാരണം അത് അതിന് വേണ്ടി മാത്രമായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന, അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹലൂസിനേഷൻ, അതേപോലെ തന്നെ നെഗറ്റീവ് ഫിൽറ്ററിങ്, ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു SLM നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡ്രോണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഡ്രോണിൻ്റെ അടുത്ത് പോയിട്ട് കോഡ് എഴുതാൻ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ മതി. പറക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ അപ്പുറത്ത് ഏതിലൊരു ഫോറസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൽ എന്തെങ്കിലും ഒരു കാറ് കാണുന്നുണ്ടോ എന്ന് പോയി നോക്കാം. ജസ്റ്റ് വോയിസ് കൊടുക്കുക, അപ്പോൾ ഡ്രോൺ പോയി നോക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ഇല്ല അവിടെ കാണുന്നില്ല എന്നുള്ള റിപ്ലൈ പറയും. അപ്പോൾ അങ്ങനെയുള്ള പെർട്ടിക്കുലർ ടാസ്കുകൾ ഒരു SLM-ൽ ഡ്രോൺ ബേസ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൂടുതലിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ MCP സെർവേഴ്സ് വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഒരു ഡ്രോൺ ബേസ്ഡ് ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ്. അവിടെ ഇപ്പോൾ SLM മോഡൽ എന്ന് പറയുമ്പോൾ എന്തായാലും ഓൺ ഡിവൈസ് ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓൺ ഡിവൈസ് മോഡൽസ് റൺ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നിങ്ങളൊരു അവിടുത്തെ ഒരു ഏജൻറ്റിക്ക് പ്രവർത്തിപ്പിക്കാൻ? അവിടെ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി നമുക്കൊന്നുമില്ല. നമുക്കൊരു റിസീവർ ഉണ്ടാവും, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റിസീവർ, അവിടെ നിന്നൊരു ഫ്ലൈറ്റ് കൺട്രോൾ, ഇതാണല്ലോ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇതിൻ്റെ നടുക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു LLM-നെ SLM-നെ പ്ലേസ് ചെയ്യാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നുള്ളൂ. അതായത് നമ്മളൊരു കമാൻഡ് കൊടുക്കുമ്പോൾ ആ കമാൻഡിനനുസരിച്ച് ഒരു JSON ഫയൽ LLM-ഓ SLM-ഓ നമുക്ക് തരുന്നു. അത് അനുസരിച്ച് ഇതനുസരിച്ച് എന്താണ് JSON ഫയൽ തന്നേക്കുന്നത് അതനുസരിച്ച് ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ പോകുന്നു. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനും ഈ പറഞ്ഞ ലാംഗ്വേജ് മോഡലിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ബേസിക്കലി ബിൽഡ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു API വരാണെങ്കിൽ നമ്മൾ അവിടെ ആയിരിക്കും അതിനെ ക്ലൗഡ് കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു API നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പോൾ SLM മോഡൽസ് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതേ മോഡൽ തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഡിയോസിലോട്ട് വരുമ്പോൾ ഞാനിപ്പോൾ IoT ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ എല്ലാവരും നോക്കുന്നത് എങ്ങനെ SLM മോഡൽസിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ തന്നെയാണ്. കാരണം ഓൺ ഡിവൈസ് മോഡൽസാണ് ഏറ്റവും ഫാസ്റ്ററായിട്ടും ചീപ്പറായിട്ടും ലേറ്റൻസി ഇല്ലാതെ ചീപ്പറായിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉള്ളത്. കാരണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ട, ക്ലൗഡുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നെറ്റ്വർക്ക് കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, ഓൺ ഡിവൈസ് തന്നെ റൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് റൺ ചെയ്യാനുള്ള എഫിഷ്യൻസിയും കുറവായിരിക്കും. അതായത് അവിടെയാണ്, അതായത് ഏത് മോഡലാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കി നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മോഡൽസ് കണ്ടുപിടിച്ച് നമ്മൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നല്ലോ, ഒരു ലാപ്ടോപ്പിൽ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്ന മോഡലുകൾ ഏതാണെന്ന് നോക്കിയത്. അപ്പോൾ നമ്മൾ ലാമ, ക്വൻ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അതൊക്കെ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ലാപ്ടോപ്പിൽ തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരു ജെറ്റ്സൺ പോലുള്ള ഒരു ഹൈ എൻഡ് ബോർഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ പറയും പോലെ ലേറ്റൻസി കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി കുറച്ച് ഒരു എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന രീതിയിൽ ഒരു ഓൺ ബോർഡ് ഡിവൈസിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഡിയോസിൻ്റെ കേസ് ആയാലും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡ്രോണിൻ്റെ കേസിലേക്ക് ആയാലും അങ്ങനെ. അപ്പോൾ അതാണ് മെയിൻലി ഒരു ജനറേറ്റീവ് AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ MCP സെർവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരുമ്പോഴത്തേക്കാണ് ഏജൻറ്റിക് AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് വന്ന് ഇതിനെ ഇനി ട്രാൻസ്ഫോം ചെയ്ത് അടുത്തടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇത്രയും കാലം നമ്മളൊരു ടെക്സ്റ്റ് ബേസ്ഡിൽ കുറേ കഥകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും AI എങ്ങനെയൊക്കെ എത്രത്തോളം പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയറുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവും, എങ്ങനെ ബെറ്റർ ആവാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ LLMസിൻ്റെ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വലുതായിരിക്കും, മാനുവൽ ലേബേഴ്സ് അത്രയും കുറയും, അത്രയധികം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ ആദ്യം ടെക്സ്റ്റ് ആയിരുന്നു, പിന്നെ അതിനെ ഏജൻറ്റുകളാക്കി, ഇനി അത് നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ സംഭവത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഡിയോസൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഫിസിക്കൽ AIയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ ഡിയോസിൻ്റെ കേസ് പറയുമ്പോൾ ഡിയോസ് IoT സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എസ്പെഷ്യലി ലിവിങ് സ്പേസുകളെ സ്മാർട്ട് ലിവിങ് സ്പേസുകളായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ IoT എന്ന് പറഞ്ഞിട്ടുള്ള ടേം, ഇപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ള ടേം വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്ത് 10-15 വർഷമായി നമ്മളെല്ലാവരും കേൾക്കുന്ന ടേം തന്നെയാണ് IoT എന്നുള്ളത്. നമ്മളുടെ വീട്ടിലുള്ള ഡിവൈസുകളെല്ലാം സ്മാർട്ട് ആക്കുക എന്നുള്ളത്. പക്ഷേ ഈ സ്മാർട്ട്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം എത്തുന്നത് എവിടെയാണ്? ഫോണിലൂടെ ഇത് കൺട്രോൾ ചെയ്യാം, റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ്. പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇപ്പോൾ AI എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റഗ്രേഷൻ വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു സ്മാർട്ട്നെസ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കോണ്ടെക്സ്റ്റ് അവെയർ ആയിട്ട് ഈ ഡിവൈസുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിവൈസുകൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ആ റൂമിൽ ആരുണ്ടെന്നും എത്ര പേരുണ്ടെന്നും എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നതെന്നും അവരുടെ യൂസർ പാറ്റേൺ, അവരുടെ ബിഹേവിയേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എത്ര മണിക്കാണ് ഒരാൾ വരുന്നതെന്നും പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാറ്റേണിലൂടെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്ത് അവിടെ ഓട്ടോമേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. ഒരാളുടെ പേഴ്സണലൈസേഷൻസ് കൃത്യമായിട്ട് നമ്മളവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ യൂസർ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് ഇങ്ങനൊരു സംഭവം, അതായത് ജനറേറ്റീവ് AI അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു മോഡൽ എല്ലാ മോഡൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതായത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും അതിനെ ഡിസൈൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് ആക്കാനായിട്ട് സംഭവിക്കും. നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. അതായത് നോർമലി എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മാധവ് പറഞ്ഞു കുറേ മാനുവൽ ലേബേഴ്സിൻ്റെ ഇത് കുറയുന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ആദ്യം അല്ലെങ്കിൽ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാരുടെ ജോലി പോകും എന്നുള്ളൊരു സംഭവമുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ഓഫ് ആളുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ AIനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരും, ഒന്ന് ഇതിനെ എടുത്ത് എന്ത് ചെയ്യുന്നത്, ഇതിനെ യൂസ് ചെയ്ത് അടുത്ത ലെവലിലോട്ട് പോകുന്നു. ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാർ റീപ്ലേസ് ചെയ്യപ്പെടും, ഇതിനെ യൂസ് ചെയ്ത് അടുത്ത ലെവലിലോട്ട് പോകുന്ന ആൾക്കാർ ആ ലെവലിലോട്ട് പോകും. കാരണം ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലേ ഓഫിലോട്ട് പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ കാണുന്ന ഇപ്പോൾ TCS ആയിക്കോട്ടെ, ഏത് കമ്പനീസ് ആയിക്കോട്ടെ, ലേ ഓഫ് ചെയ്യപ്പെടുന്ന എന്താണ്, AIയുടെ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ AI യൂസ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കേസിലാണ്. അപ്പോൾ AI യൂസ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻസ് തന്നെ. അത് നമ്മൾ ഈ പറയുന്ന പോലെ ലൈക്ക് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ കാറൊക്കെ വരുന്നതിന് മുന്നേ കുതിരവണ്ടിക്കാരെന്ത് ചെയ്യാണ്, കുതിരവണ്ടി തന്നെ ഓടിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിക്കണം. പക്ഷെ അതിൽ കുറേ ആളുകൾ ഓക്കെ നമുക്ക് അപ്സ്കിൽ ചെയ്യണം, കാർ ഓടിക്കാൻ പഠിക്കണം എന്ന മൈൻഡിലേക്ക് പോയവർ കാറ് വാങ്ങിച്ചു, കാർ ഓടിച്ചു. അവർ പറഞ്ഞു കഴിഞ്ഞാൽ
ലേണിംഗ് അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ കേസിൽ ഇപ്പോൾ കുതിരവണ്ടിയും കാറും തമ്മിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടെന്നെങ്കിലും പറയാം. പക്ഷേ AI എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിരൽത്തുമ്പിലുള്ള സാധനമാണ്. അത് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളാണ്, ഫ്രീ ആണ്, മോസ്റ്റ്ലി ഫ്രീ ആണ്. പക്ഷെ ആ ഫ്രീ പോലും നമുക്ക് പഠിക്കാനുള്ള ഒപ്പോസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ചുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിക്ക് പറ്റിയ ഒരാളായി റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിൽ AI യൂസ് ചെയ്യാൻ അറിയുന്നവരാണ് നിങ്ങളെ റീപ്ലേസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അത് നിങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളാവാം. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആവുകയാണെന്നുള്ളൊരു സംഭവമാണ്. അതായത് ഒരു എൻഡ് ഓഫ് ദ ഡേ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാസ് ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അവർ നോക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ ഇത് യൂസ് ചെയ്യാൻ അറിയുന്നവർ നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി എന്താണ്, ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട് അവരിൽ നിന്ന്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജനറേറ്റീവ് AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്, അല്ലെങ്കിൽ LLM മോഡൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആപ്സിലൂടെ മാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ് നമുക്ക് APIസിലൂടെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം. അപ്പോൾ ഈ APIസിലൂടെ യൂസ് ചെയ്യുമ്പോൾ ആർക്ക് വേണോ യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഒരിക്കലും പണ്ട് നമ്മളൊരു ഈ ജനറേറ്റീവ് AI വരുന്നതിന് മുന്നേ AI എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ മാത്രമുള്ളൊരു കാര്യമാണ്. കാരണം യൂട്യൂബിലെ റെക്കമെൻഡേഷൻ സിസ്റ്റം ഉണ്ട്, ഫേസ്ബുക്കിനകത്ത് റെക്കമെൻഡേഷൻ സിസ്റ്റം ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ കാണുന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ മോഡൽസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആർക്ക് വേണോ ഈ LLM മോഡൽസ് എടുത്ത് യൂസ് ചെയ്യാം APIസിലൂടെ. ഇപ്പോൾ ChatGPT ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആന്ത്രോപിക് ആയിക്കോട്ടെ, ഇവരെല്ലാവരും APIs ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് APIs അല്ലെങ്കിൽ ജനറേറ്റീവ് AI ആപ്സ് ബിൽഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, അതിലെങ്ങനെയാണ് സിയാദ് ഇപ്പോൾ എങ്ങനെയാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്? അപ്പം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ഇപ്പം ഈവൻ ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പിൽ ബിൽഡ് ചെയ്യുമ്പോഴായി കഴിഞ്ഞാൽ പോലും നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇപ്പം ഈ ചെയ്തതുപോലെ ഒരു മോഡലിനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്താണ് അതിലേക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യാണ്. ഇപ്പം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പം API എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് അതിൻ്റെ ഒരു പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈഡ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഇപ്പോൾ മോസ്റ്റ്ലി നമ്മളിപ്പോൾ LLM മോഡൽസ് നമ്മൾ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഫ്രെയിം വർക്കിലൂടെ ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ ജാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. പൈത്തൺ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്. എന്ന് പറഞ്ഞാൽ പൈത്തൺ വെച്ചിട്ട് എന്താണ് ഒരു കാൽക്കുലേറ്റർ, സിമ്പിൾ കമാൻഡ് ലൈൻ കാൽക്കുലേറ്ററും ഉണ്ടാക്കാം, അങ്ങേയറ്റത്തെ AI മോഡലും ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് പൈത്തൺ എടുത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, എന്താണ് പൈത്തൺ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ജാങ്കോ എന്ന് പറഞ്ഞുള്ള ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത്. കാരണം അതാണ് ഈസിയർ, ഡെവലപ്പേഴ്സിന് ഈസിയർ ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് AIയുടെ കാര്യത്തിൽ. ഇപ്പോൾ LLM മോഡൽസ് എന്താണ് ഒരു ജനറൽ പർപ്പസ് മോഡലാണ്. അതെന്താണ് വെറും 0-ൽ നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ് ബോട്ട് വെറുതെ സംസാരിക്കാനും ഉപയോഗിക്കാം, അങ്ങേയറ്റത്ത് എന്ത് ആപ്ലിക്കേഷൻ വേണോ ബിൽഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ് സത്യത്തിൽ നമുക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് LangChain എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് നമുക്ക് അവൈലബിൾ ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കൈൻഡ് ഓഫ് സംഭവങ്ങൾ വേണോ നമുക്ക് എന്ത് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ LLMനെ സംബന്ധിച്ചിട്ട് ആകെ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് തരുന്നുള്ളൂ, ഇൻപുട്ട് എടുക്കാം ഔട്ട്പുട്ട് എടുക്കാം എന്നവരെ തരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടുള്ള ജനറേറ്റീവ് ആപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഒരു സ്ട്രക്ചർ ചെയ്ത് കറക്റ്റായിട്ട് ഫ്രെയിം വർക്കായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ള സംഭവം നമുക്ക് LangChainൽ തരുന്നുണ്ട്. LangChain എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമുക്കിതിൻ്റെ അകത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് അതായത് ഇപ്പം എങ്ങനെയാണ് നമ്മളൊരു ലൈബ്രറി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എന്ത് ചെയ്താൽ മതി, ഓരോ ഫംഗ്ഷൻസ് എടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ. ഇപ്പോൾ LangChain കൊണ്ടുവന്ന കൺസെപ്റ്റ് അല്ലെന്നുണ്ടെങ്കിലും LangChain കാരണം നമ്മൾ എല്ലാവർക്കും ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റാണ് RAG എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ. അത് യഥാർത്ഥത്തിൽ അതായിരുന്നു ഒരു LLM ആദ്യം റിലീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞൊരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് LLM ഒരിക്കലും അപ് ടു ഡേറ്റ് ആയിരിക്കത്തില്ല. ഒരിക്കലും LLMസിനെ കൊണ്ട് അപ് ടു ഡേറ്റ് ആവാൻ കഴിയില്ല. കാരണം എന്താണ്, അതൊരു ട്രെയിൻഡ് മോഡലാണ്. ട്രെയിൻഡ് മോഡലെന്ന് പറഞ്ഞാൽ അതിന് എത്ര ഡേറ്റ കൊടുക്കുമോ അത്ര ഡേറ്റ അത് ട്രെയിൻഡാണ്. അതിന് ശേഷമുള്ള ഡേറ്റ കണ്ടിട്ടില്ലെങ്കിൽ അതിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ് ടു ഡേറ്റ് ഉള്ള ഇൻഫർമേഷനാണ് അതിൻ്റെ ഡേറ്റ. അല്ലെങ്കിൽ ഇതുവരെയുള്ള ഈ ഡേറ്റ് വരെയുള്ള ടു ദ ഡേറ്റ് വരെയുള്ള ടെക്സ്റ്റൽ ഇൻഫർമേഷനാണ് അതിൻ്റെ ഡേറ്റ. ടെക്സ്റ്റൽ ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ അപ്പുറം ഇപ്പോൾ ന്യൂസസ് ആണ് അതിനെ പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് വരെയുള്ള ന്യൂസല്ലേ അതിനെ പഠിപ്പിക്കത്തുള്ളൂ. എല്ലാ ദിവസവും എടുത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റും. എത്ര ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ്, എത്ര ബില്യൻസ് ഓഫ് ഡോളേഴ്സാണ് എന്ത് ചെയ്യുന്നത് ട്രെയിനിങ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റ ഇഷ്യൂ അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആവാത്ത ഇഷ്യൂ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് RAG എന്ന് പറഞ്ഞിട്ടുള്ളൊരു
സംഭവം കൊണ്ടുവന്നത്. കാരണം LLM മോഡൽസിന് ഒരു ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. നമ്മൾ നേരത്തെ സിയാദ് പറഞ്ഞതുപോലെ ഒരു സിലബസ് ഉണ്ട്, അക്കാഡമിക് സിലബസ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട്, ആ ടെക്സ്റ്റ് ബുക്കിലെ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് അതിനെ സമ്മറൈസ് ചെയ്ത് നമുക്ക് പേഴ്സണലൈസ് ആയിട്ടുള്ള പല കാര്യം ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇന്നത്തെ ന്യൂസ് എന്ത് ചെയ്യുന്നു, നേരെ എടുത്ത് എന്ത് ചെയ്യുന്നു, ChatGPT കൊടുത്തതിനെ സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ഉള്ള ഇൻഫർമേഷൻ കിട്ടി തുടങ്ങും എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു അപ് ടു ഡേറ്റ് ആവാത്ത ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ തുടങ്ങിയെന്നുണ്ടെങ്കിലും അതാണ് ഇന്നത്തെ സോഫ്റ്റ്വെയറുകളെ പവർ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് വന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡേറ്റാ ബേസ് ആയിട്ട് ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിയൽ ടൈം ഈ പറയുന്ന ന്യൂസ് പേപ്പറിന് പകരം നമുക്ക് ഡേറ്റാ ബേസിനെ കണക്ട് ചെയ്യാം. എന്ത് ചെയ്തു, ഇന്നത്തെ ERP ഇപ്പോൾ ഒരു ഷോപ്പാണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൻ്റെ ഡേറ്റാ ബേസ് എടുക്കുക. നമ്മളിത് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മുടെ ഒരു കൊറി ഉണ്ട്, ഈ കൊറി ബേസ് ചെയ്തതിന് ശേഷം നേരെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡേറ്റാ ബേസിൽ പോയതിന് ശേഷം ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ചങ്ക് മാത്രം, അപ്പോൾ അതിൻ്റെ അകത്ത് ചങ്കായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഡേറ്റാ സേവ് ചെയ്യുന്നത്. നോർമൽ ഒരു ഡേറ്റാ ബേസിനെ സംബന്ധിച്ചിടത്തോളം ടേബിൾസ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് പകരം വെക്റ്റർ ഡേറ്റാ ബേസിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ വെക്റ്റർ ഡേറ്റാ ബേസിലേക്ക് പോകുമ്പോൾ ഓരോരോ ചങ്കായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഡേറ്റാസ് കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വയ്ക്കുക. അപ്പം നമ്മളെ കൊറി ബേസ് ചെയ്ത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇത്രയും ചങ്ക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കൊറി വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ പ്രോംപ്റ്റിൻ്റെ കൂടെ ഇതിനെ പാസ് ചെയ്ത് കൊടുക്കാം. ഈവൻ നമ്മളുടെ പെർപ്ലസിറ്റി വർക്ക് ചെയ്യുന്നത് ഒരു LLM ബേസ് ചെയ്തിട്ടാ അല്ല, കുറേ കൂടി ഈ പറയുന്ന പോലെ റാഗ് യൂസ് ചെയ്തിട്ടാണ്. ലൈക്ക് അത് നമ്മളൊരു ബ്രൗസർ പോലെ വർക്ക് ചെയ്യുന്നു, പക്ഷെ കിട്ടുന്നത് ബ്രൗസറിൻ്റെ ഉത്തരങ്ങളായിരിക്കില്ല, അതൊരു ഓഗ്മെൻറ്റഡ് ചെയ്തിട്ടുള്ള സെർച്ച് എഞ്ചിനിൽ നിന്നുള്ള ഉത്തരങ്ങളായിരിക്കില്ല, അതൊരു ഓഗ്മെൻറ്റഡ് ചെയ്തിട്ടുള്ളൊരു ജനറേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു ലൈക്ക് ഇപ്പോൾ റാഗ് എന്ന് പറഞ്ഞിട്ടുള്ളതായാലും ഈ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ലാങ്ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രെയിം വർക്കിലുണ്ട്. ഇപ്പോൾ ലാങ്ചെയിൻ ആണ്. ഇപ്പോൾ ഏതൊരു AI സ്റ്റാർട്ടപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർ തുടങ്ങുന്ന ലാങ്ചെയിനിൽ തന്നെയാണ് ഈ ഒരു സംഭവം ബിൽഡ് ചെയ്യാൻ വേണ്ടി. കാരണം അത്ര ഈസി ടു യൂസ് ആണ്. ഇപ്പോൾ ഇപ്പോൾ ഡേറ്റ നമുക്ക് എന്തിനാണ്, ഇപ്പോൾ റാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റയിൽ ഇപ്പോൾ ഡേറ്റാ ബേസിൽ നിന്ന് ഡേറ്റ കൊണ്ടുവരണം, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നിന്ന് ഡേറ്റ കൊണ്ടുവരണം. ഇതിനകത്ത് കുറേ അധികം എന്തുണ്ട്, ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റ സ്റ്റോർസ് ഉണ്ട്. അതേപോലെ തന്നെ അതിനെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്റ്റർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള പല ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫങ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് AI-യുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ലാങ്ചെയിൻ യൂസ് ചെയ്ത് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതും കംപ്ലീറ്റ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു രീതിയിലൊന്നും പോയിട്ടില്ലെങ്കിലും ഇത്ര പെർസെൻറ്റേജ് ഓഫ് അളവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് AI-യിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇത് മാത്രമല്ല, ഓരോ ഡേ ബൈ ഡേ നമ്മൾ നോക്കുമ്പോൾ പുതിയ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ ഫിസിക്കൽ ഏസിൻ്റെയൊക്കെ ഒരു കാലഘട്ടമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നമ്മളിപ്പം കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ആണ് ഒരു ചാറ്റ് ബോട്ടിൽ നിന്ന് ഇത്രയിലേക്ക് എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ കോൺസെപ്റ്റും അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്യൂച്ചർ ടെക്നോളജീസ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ജനറേറ്റീവ് AI അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു AI-നെയൊക്കെ പറ്റിയിട്ട് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.